ഇവിടെ ഉണ്ട്, ഒരു ചേച്ചിയുണ്ട്, പ്രിൻസിയുണ്ട്, ഞാനുണ്ട്, ആൻസർ ഉണ്ട്. 6 പേരെ വെച്ചാണ് കയറ്റം കയറാൻ പോകുന്നത്. ഇത് ഇങ്ങോട്ടാണ്, ഇങ്ങനെ എസ് വളവാണ്. എസ് വളവിന്റെ താഴെയാണ് നിർത്തിയേക്കണേ. ഈ എസ് വളവിന്റെ താഴെ നിർത്തി ഞങ്ങൾ 6 പേര് വണ്ടിയിലുണ്ട്. 6 പേരും വണ്ടി വെച്ച് ഇതിന് എന്തെങ്കിലും പ്രശ്നം എടുക്കാൻ 5 പേരെ വെച്ച് ഇപ്പൊ ആൻസം പുറത്താണ്. ഞങ്ങൾ 5 പേരുണ്ട്. ബിജു ആണ് കാണിച്ച് 5 പേരെ വെച്ച് ഈ കയറ്റം ഞങ്ങൾ റിവേഴ്സ് എടുക്കാൻ പോവാം. ക്ലാസ് 5 പേരെ വെച്ചത് മേലോട്ട് നോക്കുക. ആ കയറ്റം ഞങ്ങൾ റിവേഴ്സ് എടുക്കാൻ പോവാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫ് ബി ട്രാവലേഴ്സ്. ഞങ്ങളിന്നൊരു ചലഞ്ചിങ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടാറ്റ ആൾട്രോസ് കയറ്റം കയറുമോ എന്നുള്ളൊരു റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് ഇതിൻ്റെ 6 പേരുണ്ട്. ഞങ്ങൾ എടുക്കുന്നതോടെ ഞങ്ങൾ രണ്ടും കൂടാതെ ഞങ്ങൾ 6 പേരുണ്ട് ഈ വാഹനത്തിൽ. നല്ലൊരു കയറ്റം കയറുമോ എന്നുള്ളൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ആരൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ബിജു ഉണ്ട്, ജിതിനുണ്ട്. ബിജു ഒക്കെ നല്ല തൂക്കം ഉണ്ട് കേട്ടോ. 90 കിലോ വരും ബിജു. അവനൊരു 70 കിലോ വരും. പിന്നെ ബാക്കിലാണേല് ചെല്ലി ചേച്ചിയുണ്ട്, എന്റെ പ്രിൻസി ഉണ്ട്, വൈഫുണ്ട്, ഞാനുണ്ട്, പിന്നെ ആൻസൺ ഉണ്ട്. 6 പേരുണ്ട്. 6 പേരെ വെച്ച് ഇപ്പൊ ഈ വണ്ടി കയറ്റത്തിൽ കിടക്കാന്ന് കാണിച്ചാ ഒരു നല്ലൊരു കയറ്റത്തിന്റെ താഴെ കൊണ്ടേ ഞങ്ങൾ നിർത്തിയേക്കണം. ഞങ്ങൾ 6 പേര് വണ്ടിയെ കയറാൻ പോവാണ്. ഇപ്പൊ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള കയറ്റം നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. താഴേന്നേ തൊട്ട് വട്ടം കയറ്റമാണ്. ഞങ്ങൾ നിർത്തി കയറാൻ പോവാണ്. എന്നാണല്ലോ നമുക്ക് നോക്കാം. ഫ്രണ്ടില് ബിജു ഉണ്ടെങ്കിൽ നോക്കടാ. ഇതിനെ നോക്കിയേ, ബിജു എന്തോ അവർ പിടി. അത് വാവടയിലേക്ക് കൊടുക്കണം. വാവ് പിടിക്കുക ഇവിടെ. ഞങ്ങളെ പിടിച്ചടാ. ബാക്കില് 4 പേര് ഇരിക്കണേ. മുറുക്ക് പിടിക്കണം. 4 പേരെ കാണത്തില്ലടാ. ഞങ്ങൾ 4 പേര് ബാക്കിലുണ്ട്. ഫ്രണ്ടിൽ 2 പേരുണ്ട്. ഞങ്ങൾ കയറ്റം എടുക്കാൻ പോകട്ടെ ഇവിടുന്ന്. കയറ്റം കളിച്ചു. ഒരു വൈബ്രേഷനും ഞങ്ങൾ കണ്ടില്ല. നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ഒരു എഡിറ്റിംഗ് ഇല്ലാതെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. കേട്ടോ, 6 പേര് വെച്ചാ കയറ്റം കയറി കേട്ടോ. ഇനിയുണ്ട് പരീക്ഷണങ്ങൾ ഇനിയും പോയിക്കൊണ്ടിരിക്കും. സെക്കൻഡിലേക്ക് ഗിയർ മാറി അടുത്ത കയറ്റത്തിന് നടുക്ക് കിടത്തണം കേട്ടോ. അടുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. നിർത്തിയേക്കാം. നിർത്തി എടുത്തോ. AC ഇട്ടിട്ടുണ്ട് കേട്ടോ. AC ഓണാന്ന് കാണിച്ചാൽ AC ഓണാണ്. ഇവിടെ കാണിച്ചു. നിങ്ങള് സൗണ്ട് വൈബ്രേഷൻ എല്ലാം കേട്ടോ? കേട്ടില്ലല്ലോ. വണ്ടി കയറി പോകും. ബിജു കയറണല്ലേ? ഇതിന് എന്തേലും പ്രശ്നമുണ്ടോ കയറാൻ? ഒരു മിനിറ്റ് എസ് ഒരു കട്ട വളവാണ്. എസ് വളവാണ്. മുട്ടം കയറ്റമാണ്. ഇത് മേളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നമ്മളിത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ 6 പേരെ വെച്ച് എടുക്ക. 6 പേരെ വെച്ച് ഈ കയറ്റം വണ്ടി പോലെ പുഷ്പം പോലെ. വാവ കയറിയോ? ഒരു പ്രശ്നമില്ലല്ലോ വാവേ. ഒരു പ്രശ്നം. അത് അടുത്ത സെക്കൻഡിലേക്ക് എസ് വളവാണ്. ഒരു പ്രശ്നമില്ലാതെ വണ്ടി കയറും. സെക്കൻഡിലേക്ക് പോകും. കയറ്റത്തിന്റെ നടുക്ക് കയറി കഴിഞ്ഞ എസ് വളം തിരിഞ്ഞു വഴി സെക്കൻഡിൽ കൊടുത്തു. ഇവിടെ ഉണ്ട്, ഒരു ചേച്ചിയുണ്ട്, പ്രിൻസിയുണ്ട്, ഞാനുണ്ട്, ആൻസർ ഉണ്ട്. 6 പേരെ വെച്ചാണ് കയറ്റം കയറാൻ പോകുന്നത്. 5 പേര് പോകുന്ന വണ്ടിയിൽ 6 പേര് കയറുമെന്ന് പറയുള്ളൂ.
ഇത് ഇങ്ങോട്ടാണ്, ഇങ്ങനെ എസ് വളവാണ്. എസ് വളവിന്റെ താഴെയാണ് നിർത്തിയേക്കണേ. ഈ എസ് വളവിന്റെ താഴെ നിർത്തി ഞങ്ങൾ 6 പേര് വണ്ടിയിലുണ്ട്. 6 പേരും വണ്ടി വെച്ച് ഫ്രണ്ടിലോട്ട് കൂടി ഗിയറിന് വൈബ്രേഷൻ ഉണ്ടോ, ബോണറ്റിന് വൈബ്രേഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ള നോക്കാം. ഓട്ടെ എടുത്തടാ. ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എടുക്കാൻ? 6 പേരെ വെച്ച് ഈ വളവ് കൂളായിട്ട് ഇങ്ങനെ സെക്കൻഡ് ഇടാം. സെക്കൻഡ് ഗിയർ കൊടുക്കുന്നോടെ സെക്കൻഡ് ഗിയർ പോലെ ആക്റ്റീവായി. ഒരു പ്രശ്നവുമില്ല. ആ അഞ്ചു പേരെ വെച്ച് ഇപ്പൊ ആൻസം പുറത്താണ്. ഞങ്ങൾ 5 പേരുണ്ട്. ബിജു ആണ് കാണിച്ച് 5 പേരെ വെച്ച് ഈ കയറ്റം ഞങ്ങൾ റിവേഴ്സ് എടുക്കാൻ പോവാം. ക്ലാസ് ആത്ത 5 പേരെ വെച്ചിട്ട് മേലോട്ട് നോക്കുക. ആ കയറ്റം ഞങ്ങൾ റിവേഴ്സ് എടുക്കാൻ പോവാം. കേറില്ലേ ഈ വലിയ കയറ്റം ഞങ്ങൾ റിവേഴ്സ് 5 പേരെ വെച്ച് കയറി. അഞ്ച് പേരെ വെച്ച് ഈ മുട്ടം കയറ്റം റിവേഴ്സ് കയറ്റി ഞങ്ങള്. ഒരു പ്രശ്നവുമില്ല. ഒരു നല്ല പ്രശ്നമുണ്ടോ? എ സി തന്നെ റിവേഴ്സ്. ഇത്രയും വലിയ കയറ്റം ഞങ്ങൾ റിവേഴ്സ് കയറി. ഇതിൽ കൂടുതൽ എന്നാ വേണം? റിവേഴ്സ് പുറകോട്ട് പോവുകയും വണ്ടി മുന്നോട്ടും പോകും കയറ്റത്തില്. അപ്പൊ വണ്ടി കേറില്ല എന്നുള്ള പറഞ്ഞ 5 പേരെ വെച്ച് കേറില്ല എന്ന് പറഞ്ഞാൽ 6 പേരെ വെച്ച വണ്ടി കയറ്റം കയറി. അതിലോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ഫ്രണ്ടിൽ ഒരാൾ ഇരുത്തിയിട്ടുണ്ട്. 90 കിലോ ഉള്ള. ഒരു പ്രശ്നമല്ല. നല്ല വിജയോ നല്ല പ്രശ്നം കാണിച്ചോ? ഒരു പ്രശ്നമല്ല. വൈബ്രേഷൻ ഫീൽ ചെയ്തോടാ. പിന്നെ ആരും കേറില്ല എന്ന് പറയരുത്. എന്തോ വണ്ടിയുടെ പ്രോബ്ലം ഉള്ള ആരെങ്കിലും കേറില്ലാത്ത പ്രശ്നമായിരിക്കും. ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണും.
അതിൽ വെള്ളം കയറി ഇതിന്റെ ഒരു ഓണറാണ്. അപ്പൊ ഇത് എന്നാണെങ്കിലും കയറുമെന്ന് ഇപ്പൊ ഞാൻ എടുത്തുപോയില്ലേ, കയറുമെന്ന് അറിയണല്ലോ. അതുകൊണ്ടൊന്ന് 6 പേരെ കൊണ്ടാ വന്നേ. അല്ല, നമ്മൾ 9,000 കിലോമീറ്റർ ആവാറായി വണ്ടി. 9,000 കിലോമീറ്ററിൽ ആ വണ്ടിക്ക് ഇതുവരെ മൂന്നാർ, ഇടുക്കി, നെല്ലിയാമ്പതി, മാങ്കുളം, ഉപ്പാറ, രാജാക്കാട്, കുഞ്ചിത്തണ്ണി കയറ്റമൊക്കെ 4 പേരും വെച്ച് 5 പേരും വെച്ച് കയറി ഈസി ആയിട്ട് കയറിയാൽ. പിന്നെ ഇവിടെ കയറാനാണോ പാട്? ഇത് വലിയ കയറ്റമാണോ, ഇടവഴിയിലുള്ള കട്ട കയറ്റമാണ്. ഈ ടാറ്റ ആൾട്രോസ് കയറ്റം കയറില്ല, ഒന്ന് കയറില്ല എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. വേറെ പർട്ടിക്കുലർ വണ്ടിക്ക് വരുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും അത്. അതിനൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷെ പർട്ടിക്കുലർ വണ്ടിക്ക് വന്ന വിമർശനം എല്ലാ ആൾട്രോസിനും അല്ല. അതെ, ഇത് രണ്ടും ഡ്രൈവർമാരാട്ടോ. ഇതൊക്കെ പ്രൊഫഷണൽ. ബിജു എത്ര കൊല്ലമായി വണ്ടി ഓടിക്കുന്നു? 93 മുതൽ വണ്ടി ഓടിക്കുന്ന ഒരു മുതലായി നിൽക്കണേ. അതായത് ചെറിയ ആൾട്ടോ മുതൽ ചെറിയ വണ്ടി മുതൽ ലോറി വരെ ഓടിക്കും. പുള്ളിയെ കൂട്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അത്യാവശ്യം ഞങ്ങൾ 6 പേര് കയറിയിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ഇടുക്കിക്കാർക്കും മോറ്റക്കാർക്ക് കയറ്റം വലിയ പ്രശ്നമാണോ? അല്ലേ? 93 പേര് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. ലൈസൻസ് ഉള്ള ആളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇടി കയറ്റം കയറില്ല. എന്തെങ്കിലും ഇതിനെ എവിടെയെങ്കിലും വൈബ്രേഷൻ കയറില്ലാതെ എന്തെങ്കിലും പ്രശ്നം വന്നോ? ചൊർക്കം പറഞ്ഞു കേൾക്കില്ല. റിവേഴ്സ് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താണ് റിവേഴ്സ്. കാരണം എസ് വളവായത് കാരണം റിവേഴ്സ് കയറുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. കാരണം ഇത്രയും ചെറിയ വഴിയല്ലേ. അതുമല്ല കറക്റ്റ് വളവും പട്ട കയറ്റമാണ് അവിടെ നിങ്ങോട്ട്. അല്ല, അത് ക്യാമറയിൽ അത്ര ഫീൽ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു. ക്യാമറയിൽ നമുക്ക് ഇപ്പൊ ഏത് കയറ്റം എടുത്താലും അത്ര ഫീൽ. പക്ഷെ നല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവിടെ നോക്കാലോ. അത്ര നമ്മളിപ്പോ മൂവാറ്റുപുഴയാണ്, ഇവിടുന്ന് ഒരു ഇടവഴി അത്രയ്ക്ക് കയറ്റം ഉള്ളതുകൊണ്ടാണ് 5 പേരെന്നുള്ള ഒരാളോടെ കൂട്ടി 6 പേരാക്കിയത്. അവർ 2 പേര്, ഞങ്ങൾ 2 പേര് 3, ഇപ്പൊ തന്നെ 5 പേരുണ്ട്. പിന്നെ ആൻസൺ ഉണ്ട്. ഞങ്ങൾ 5 പേര് ഇരുന്നാണ് കയറ്റം ഏറ്റവും നടത്തി എസ് വളവിന്റെ നടുക്ക് നിർത്തി കറക്റ്റ് വളവിൽ വെച്ചാൽ വീടെടുത്ത്. എന്തെങ്കിലും പ്രശ്നം വന്നോ? വൈബ്രേഷൻ ഫീൽ ചെയ്തോ? പർട്ടിക്കുലർ വണ്ടിക്ക് വന്ന ഒരു ഇഷ്യൂ മൊത്തത്തിൽ ആൾട്രോസിനെ വണ്ടി കയറില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നമ്മൾ അവരുടെ ഒരു ഇതൊന്നും പറയുന്നൊന്നുമില്ല. കാരണം പർട്ടിക്കുലർ വണ്ടിയുടെ ഇഷ്യൂ കൊണ്ട് ചിലപ്പോൾ കയറാതെ വരാം. അതെന്താണെങ്കിലും ടാറ്റ മോട്ടോഴ്സ് ക്ലിയർ ചെയ്ത് കൊടുത്തിലും ക്ലിയർ ചെയ്യാതെ കൊടുക്കാത്തതും അതൊരു മോശമാണ്. എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോവാത്തതാണോ എന്നുള്ള നമുക്കറിയില്ല. പക്ഷെ അതിനോടൊന്നും നമ്മൾ വിമർശനങ്ങളല്ല. ഞാനും ആൾട്രോസ് എടുത്തിട്ട് ഇപ്പൊ ഒരു 9,000 കിലോമീറ്ററോളം ആയി വണ്ടി. 9,000 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല. മൂന്നാറ്, മാങ്കുളം, രാജാക്കാട്, പൂപ്പാറ, നെല്ലിയാമ്പതി എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഈ വണ്ടിയായിട്ട്. വലിയ ഹെയർപിനും ഇവിടെ ഒന്നും പോകാത്ത ആൾക്കാരല്ലല്ലോ നിങ്ങള്. അപ്പൊ എന്താണേലും അതൊരു പ്രശ്നമല്ല. കയറുമോ എന്നുള്ള ഒരു ചലഞ്ചിങ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് റിവേഴ്സ് പോലും ആ വഴി നമ്മൾ കയറ്റിയത്. ഇതുപോലെ അതിന്റെ ഇറക്കം വരുന്നത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ കയറ്റമാണോ എന്നുള്ളത്. നമ്മൾ കയറ്റത്തിലേക്ക് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഫീല് ചെയ്യില്ലല്ലോ കയറ്റമാന്നുള്ളത്. പക്ഷെ എന്താണേലും ഒരു പ്രശ്നവുമില്ലാതെ ഒരു വൈബ്രേഷൻ പോലും ഫീൽ ചെയ്യില്ലാതെ 6 പേരെ വെച്ചും വണ്ടി കയറി. അപ്പൊ ഞങ്ങളുടെ ഈ എല്ലാ എന്നാ പറയുക, ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.